ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം എൻ്റെ ഷോർട്സിലൂടെ നിങ്ങൾ ഡൽഹിയിലെ പുറം കാഴ്ചകളല്ലേ കണ്ടത്. ഇനി നമ്മുടെ വീട്ടിലെ കുറച്ച് കാഴ്ചകൾ ഉണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ ഉച്ചനേരമാണ്, കിച്ചണിലാണ് ഉച്ചനേരം കാണാൻ പോകുന്നത്. അപ്പോൾ ചോറിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് തോരന് വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ നിന്ന് കുലുങ്ങുന്നത് അവിടെ പാട്ടിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും കുറേ ടോയ്സും വാരി എൻ്റെ പിറകെ നടത്തുകയാണ് ജോലി. അപ്പോൾ വെള്ളം തിളച്ചു, അരി ഇട്ടു. ഇതൊക്കെ പെട്ടെന്ന് വേവുന്ന അരിയാണ് കേട്ടോ, സോനാ മസൂരിയുടെ അരിയാണ്. അപ്പോഴും കളിയും ചിരിയൊക്കെ നടക്കുന്നുണ്ട്. മീനെക്കുറിച്ച് ആലോചിച്ച് കുറേ നേരം അങ്ങനെ ഇങ്ങ് സമയം പോയി. മീനും നമ്മുടെ നാട്ടിലാണെങ്കിൽ കിട്ടില്ലല്ലോ. അപ്പോഴാണ് ഓർത്തത്, ഇന്നലെ രാത്രി ചേട്ടൻ കുറച്ച് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. രാത്രി 12-1 മണിക്കൊക്കെയാണ് വന്നത്. അപ്പോൾ ഇവ മാങ്ങ കണ്ടിട്ടില്ലായിരുന്നു. അപ്പം ഇത് ഗുജറാത്തിലെ മാങ്ങയാണ്. ആരോ ലീവ് കഴിഞ്ഞ് വന്നവർ മോന് കൊടുന്നും പറഞ്ഞ് കൊണ്ടുവന്നതാണേ. അപ്പോൾ പച്ച കളർ ഉണ്ടപ്പോൾ ഞാൻ വെച്ച് പഴുത്തില്ലായിരിക്കുമെന്ന്. പക്ഷെ നല്ല ഫ്ലേവറായിരുന്നു. നല്ല നമ്മുടെ നാട്ടിലേക്ക് ഒരു മാങ്ങയുടെ ടേസ്റ്റ്. പിന്നെ കുറേ കോവയ്ക്കൊക്കെ വെട്ടിയിട്ട് എന്തൊക്കെയോ കറി ഉണ്ടാക്കി. അത് കഴിഞ്ഞപ്പോൾ അവന് വെള്ളം കുടിച്ചോളാൻ വേഗം പറഞ്ഞു. ചക്കയുടെ അത്രയും വലിപ്പം, സത്യം അത് നല്ല വെയിറ്റും നല്ല നീളവും ഉണ്ടായിരുന്നു ആ തണ്ണിമത്തന്. അതിനെ കട്ട് ചെയ്ത് അവന് വെട്ടിത്തുണ്ടാക്കി ജ്യൂസ് അടിച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവൻ്റെ കൂടെ ഇത്തിരി കുറച്ച് നേരം വന്ന് കളിയുണ്ട് എന്നുള്ളതാണ്. ഇതാ കണ്ണ് തപ്പിയ കപ്പിൽ വെള്ളം ഒഴിച്ച് ഇങ്ങനെ ഫ്രീസറിൽ കൊണ്ട് ഒരു കാറ് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെള്ളം വീട്ടിനകം ഫുള്ള് എങ്ങനെ പണി തരാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മോനാണിത്. അങ്ങനെയുള്ളൊരു മോനാണ് നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നത്. വീട് നിറയെ ഒന്നി കണ്ട ചപ്പും ചവറും എല്ലാം വാരിയിടും. അങ്ങനെയൊക്കെയാണ്. ഇത് അവൻ്റെ മക്കളാണ് കേട്ടോ. അത് അവൻ്റെ ബൈക്കിലിരിക്കുന്ന എല്ലാം അവൻ്റെ മക്കളാണ്. അപ്പോൾ എന്നോട് പറയണത്, എൻ്റെ മക്കളെ കൊണ്ടുവന്ന് കാഴ്ചകൾ കാണിച്ചു കൊടുക്കട്ടെ, വെളിയിലോട്ട് വാ, കൂടെ വിളിക്കുകയാണ്. അങ്ങനെ പുറത്ത് പോയി കാഴ്ചകളൊക്കെ കാണിച്ചിട്ട് തിരിച്ച് വീടിനകത്തോട്ട് കയറി. അപ്പോഴും എന്നോട് അവൻ്റെ വോളിയം കൊടുക്കാൻ പറ്റും, അവൻ്റെ വോയിസ് കൊടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ടി വിയുടെ വോളിയം സൗണ്ട് കൂട്ടി കിടക്കുമായിരുന്നു. അപ്പം ഭയങ്കര ഡിസ്റ്റർബൻസ് ആവും അത് കേൾക്കുമ്പോഴും. അപ്പോൾ എന്നോട് പറയണേ, എൻ്റെ മക്കളെ രണ്ടുപേരും ഞാൻ ഉറക്കി കിടത്തിയിട്ടുണ്ട്, ഞാൻ നോക്കിക്കൊള്ളാം, ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ട് വരട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഡ്യൂട്ടിക്ക് പോക്കോ, ഞാൻ നോക്കിക്കോളാം. അപ്പോൾ എന്നോട് പറഞ്ഞു, മക്കളെ പപ്പ ഡ്യൂട്ടിക്ക് പോവേണേ, ഉറങ്ങിക്കൊള്ളണം എന്ന് പറഞ്ഞിട്ട് പപ്പതാ പോകണം. അപ്പോൾ കുട്ടിയുടെ പപ്പ ലാൻഡ് ചെയ്തു. നാട്ടിൽ നിന്ന് ഏതോ ആരോ വന്നു. അപ്പോൾ നാട്ടിൽ നിന്ന് കുറച്ച് കറിവേപ്പിലയും ഇവന് കുറച്ച് സ്നാക്സ് നമ്മൾ പറഞ്ഞിരുന്നു. തമിഴ്നാട്ടിൽ നിന്നാണ് വന്നത് കേട്ടോ. തമിഴ്നാട്ടിലെ കറിവേപ്പിലയാണ്. ഇത് ഗുജറാത്തിലെ കപ്പലുണ്ട്. ഇന്നലത്തെ മാങ്ങയുടെ കൂടെ വന്നതാണ്. അപ്പോൾ ഈ ചോറ്